ഏകദേശം 13 ലക്ഷത്തോളം സൈനികരുള്ള ലോകത്തിലെ വലിയ സൈന്യം, ലോകത്തിലെ ഏറ്റവും മികച്ച ആയുധങ്ങളും ആക്രമണശേഷിയും, എന്നിട്ടും വെറും 6 ലക്ഷത്തോളം സൈനിക ശേഷി മാത്രമുള്ള ഇറാന് മുന്നിൽ പിടിച്ചു നിൽക്കാനാകുന്നില്ല. ഓരോ നിമിഷവും പ്രസ്താവനകൾ മാറ്റിപ്പറഞ്ഞ് യുദ്ധത്തിന്റെ ഗതി മാറ്റാൻ ശ്രമിക്കുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പക്ഷേ ചരിത്രത്തിലെ ഏറ്റവും വലിയ സൈനിക കൂട്ടക്കുരുതിക്കുള്ള നീക്കം ആരംഭിച്ചുവെന്ന ഭീതിയാണ് പുറത്തുവരുന്ന വാർത്തകളിൽ പറയുന്നത്. ഇറാൻ യുദ്ധം ഓരോ ദിവസവും പുതിയ വഴിത്തിരിവുകൾ കൈവരിച്ചുകൊണ്ടിരിക്കുന്നു. ടെഹ്റാൻ കീഴടങ്ങാൻ തയ്യാറല്ലാതെ ശക്തമായി മുന്നേറുമ്പോൾ അമേരിക്കൻ സൈനികരുടെ നിരാശാജനകമായ നീക്കങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ പുരോഗമിക്കുകയാണ്. അതേസമയം മിഡിൽ ഈസ്റ്റിലെ US സൈനികരുടെ എണ്ണം 50,000 കവിഞ്ഞു. സാധാരണ സമയങ്ങളെ അപേക്ഷിച്ച് ഏകദേശം 10,000ത്തിന്റെ വർധനവ്. ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് അനുസരിച്ച് 2,500 മറൈൻമാരും 2,500 നാവികരും അടങ്ങുന്ന പുതിയ ഒരു സംഘത്തിന്റെ വരവ് മേഖലയിൽ US ഉപരോധം ശക്തിപ്പെടുത്തി. ഏത് നിമിഷവും എന്തും സംഭവിക്കാം. ഇറാനുമായുള്ള 1 മാസം നീണ്ടു നിൽക്കുന്ന യുദ്ധത്തിൽ പ്രസിഡന്റ് ട്രംപ് തന്റെ അടുത്ത നടപടികൾ തീരുമാനിക്കാൻ പോകുകയാണ്. ഇതിൽ തന്ത്രപ്രധാനമായ ദ്വീപുകൾ പിടിച്ചെടുക്കാനുള്ള പദ്ധതിയും ഉൾപ്പെടും. എന്നിരുന്നാലും ഇറാനെ പോലെ വലിയൊരു രാജ്യം കൈവശപ്പെടുത്താൻ 50,000 സൈനികർ വളരെ ചെറുതാണെന്ന് സൈനിക വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. നിലവിൽ ഇറാന്റെ പ്രധാന എണ്ണ കയറ്റുമതി കേന്ദ്രമായ ഗാർഗ് ദ്വീപ് ഉൾപ്പെടെ 90-ലധികം സൈനിക താവളങ്ങൾ US യുദ്ധവിമാനങ്ങൾ ബോംബിട്ട് തകർത്തു. എന്നാൽ അമേരിക്ക ഇറക്കിയിരിക്കുന്ന ഈ 50,000 സൈനികരുടെ ജീവൻ നഷ്ടപ്പെട്ടാൽ അതിന് ഉത്തരവാദി പ്രസിഡന്റ് ട്രംപ് മാത്രമായിരിക്കുമെന്ന ഇറാന്റെ പ്രസ്താവന കൂടുതൽ ഗുരുതരമായ സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുകയാണ്. ശത്രു രാജ്യങ്ങളുടെ ഏതൊരു അധിനിവേശ നീക്കത്തെയും രാജ്യം ശക്തമായി പ്രതിരോധിക്കുമെന്നും പ്രത്യാക്രമണം ഭീകരമായിരിക്കുമെന്നുമാണ് ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഖർ ഗാലിബാഫ് വ്യക്തമാക്കിയിരിക്കുന്നത്. ആയിരക്കണക്കിന് US മറീനുകളുമായി USS ട്രിപ്പോളി മേഖലയിൽ വിന്യസിക്കപ്പെട്ട വാർത്തകൾക്ക് പിന്നാലെയാണ് ഗാലിബാഫിന്റെ പ്രതികരണം. ഇറാന്റെ പരമോന്നത നേതാവിന്റെ കീഴിൽ രാജ്യം ഒന്നാണെന്നും തങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ ഏതറ്റം വരെയും പോകുമെന്നും അദ്ദേഹം പറഞ്ഞു. സൈനിക നീക്കത്തിനൊപ്പം തന്നെ ഇറാനെ അസ്ഥിരപ്പെടുത്താൻ ശത്രുക്കൾ സോഫ്റ്റ് വാർ നടത്തുകയാണെന്ന് ഗാലിബാഫ് ആരോപിച്ചു. ജനങ്ങൾക്കിടയിൽ ഭീതി പടർത്താനും രാജ്യത്തിന്റെ ആത്മവീര്യം തകർക്കാനും ലക്ഷ്യമിട്ടുള്ള മനഃശാസ്ത്രപരമായ നീക്കങ്ങളെ ജാഗ്രതയോടെ കാണണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇറാന്റെ മേഖലയിൽ കടന്നാൽ USS ട്രിപ്പോളിലും അതിന്റെ സൈനികരും സംവിധാനങ്ങൾക്കും ഇനി മടക്കയാത്രയുണ്ടാക്കില്ലെന്ന് ഇറാൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഈ പശ്ചാത്തലത്തിൽ ഇറാൻ അവകാശപ്പെടുന്ന ഫത്ത ഹൈപ്പർസോണിക് മിസൈൽ സാങ്കേതിക വിദ്യയും ഇറാനെതിരെ അമേരിക്ക ഉപയോഗിക്കുന്ന അത്യാധുനിക നാവിക പ്രതിരോധ സംവിധാനങ്ങളും തമ്മിലുള്ള സാങ്കേതിക പോരാട്ടം പുതിയൊരു ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അമേരിക്കയുടെ നാവിക പ്രതിരോധ സംവിധാനങ്ങൾ ലോകത്തിലെ ഏറ്റവും നൂതനങ്ങളിലൊന്നാണ്. USS ട്രിപ്പോളി പോലുള്ള യുദ്ധക്കപ്പലുകൾക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന ശക്തമായ പ്രതിരോധ സംവിധാനങ്ങൾ ഉണ്ടെങ്കിലും അവയൊരിക്കലും ഒറ്റയ്ക്ക് പ്രവർത്തിക്കാറില്ല. RIM-165 ഇവോൾവ്ഡ് സീസ്പാരോ മിസൈലുകൾ, റോളിംഗ് എയർഫ്രെയിം മിസൈലുകൾ തുടങ്ങിയ സിസ്റ്റങ്ങൾ അടുത്തെത്തുന്ന ഭീഷണികളെ തകർക്കാൻ സജ്ജമാണ്. അതിനു പുറമെ ഇലക്ട്രോണിക് വാർഫെയർ സംവിധാനങ്ങൾ, ശത്രുവിന്റെ മിസൈൽ ഗൈഡൻസ് സംവിധാനങ്ങളെ കബളിപ്പിക്കാൻ ഡെക്കോയികൾ വിന്യസിക്കുന്നു. ഇതിനു പുറമെ ഇത്തരം കപ്പലുകൾ സാധാരണയായി AG കോംബാറ്റ് സിസ്റ്റം സജ്ജീകരിച്ച ഡിസ്ട്രോയറുകളുടെ സംരക്ഷണത്തിലാണ് സഞ്ചരിക്കുന്നത്. SM-6 പോലുള്ള ഇന്റർസെപ്റ്റർ മിസൈലുകൾ ഹൈപ്പർസോണിക് ഭീഷണികളെ പോലും നേരിടാൻ രൂപകൽപ്പന ചെയ്തതാണ്. അതിനാൽ ഒരു മിസൈൽ ലക്ഷ്യത്തിലെത്തുന്നതിന് മുൻപ് തന്നെ പല പാളികളിലൂടെയുള്ള പ്രതിരോധം മറികടക്കേണ്ടി വരും. എങ്കിലും എല്ലാ പ്രതിരോധ സംവിധാനങ്ങളും ഉണ്ടായിരുന്നാലും ഒരു മാക് 15 വേഗതയിലുള്ള മിസൈലിന്റെ നേരിട്ടുള്ള ആഘാതം ഒരു യുദ്ധക്കപ്പലിന് വിനാശകരമായിരിക്കുമെന്നത് നിഷേധിക്കാനാവില്ല. അതിന്റെ ഗതികോർജം തന്നെ വലിയ നാശനഷ്ടങ്ങൾക്ക് കാരണമാകും. എന്നാൽ ആ നേരിട്ടുള്ള ആക്രമണം വിജയകരമാകുമോ എന്നത് ഇപ്പോഴും ഒരു വലിയ ചോദ്യമായി തുടരുന്നു. കാരണം അതിനു മുമ്പായി ലോകത്തിലെ ഏറ്റവും സങ്കീർണമായ നാവിക പ്രതിരോധ ശൃംഖലകളെ മറികടക്കേണ്ടതാണ്. ഒരു സാങ്കേതിക അവകാശവാദം യാഥാർത്ഥ്യ യുദ്ധരംഗത്ത് വിജയകരമാകണമെങ്കിൽ അത് നിരവധി ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. പ്രത്യേകിച്ച് കിൽ ചെയിൻ എന്നറിയപ്പെടുന്ന പ്രക്രിയ, ലക്ഷ്യം കണ്ടെത്തൽ, നിരീക്ഷണം, ട്രാക്കിംഗ്, ആക്രമണം, ഈ മുഴുവൻ ഘട്ടങ്ങളും കൃത്യമായി ഏകോപിപ്പിക്കേണ്ടതാണ്. ഒരു കരത്താവളത്തെ അപേക്ഷിച്ച് കടലിൽ സഞ്ചരിക്കുന്ന ഒരു കപ്പൽ ലക്ഷ്യമാക്കുന്നത് വളരെ കൂടുതൽ സങ്കീർണമാണ്. അതിനായി ഡ്രോണുകൾ, ഉപഗ്രഹങ്ങൾ, തീരദേശ റഡാറുകൾ എന്നിവയുടെ സംയോജിതമായ ഒരു ശൃംഖലയെ ആശ്രയിക്കേണ്ടി വരും. ഈ ശൃംഖലയിൽ ഏതെങ്കിലും ഒരു വിഭാഗം തകരുകയാണെങ്കിൽ ആക്രമണത്തിന്റെ കൃത്യത തന്നെ ബാധിക്കപ്പെടും.
പാകിസ്ഥാൻ, തുർക്കി, ഈജിപ്ത് തുടങ്ങിയ ഇടനിലക്കാർ വഴിയുള്ള പിന്നോട്ട് നീക്ക ശ്രമങ്ങൾ ഉണ്ടായിരുന്നിട്ടും വാഷിംഗ്ടണും ടെഹ്റാനും തമ്മിൽ നേരിട്ടുള്ള ചർച്ചകൾ നടന്നിട്ടില്ല. വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി കരോലിൻ ലെവിറ്റ് ഈ തയ്യാറെടുപ്പുകൾ പതിവാണെന്ന് പറഞ്ഞിട്ടുണ്ട്. കമാൻഡർ ഇൻ ചീഫിന് കഴിയുന്നത്ര ഓപ്ഷനുകൾ നൽകാൻ തയ്യാറെടുക്കുക എന്നതാണ് പെന്റഗണിന്റെ ജോലി. പ്രസിഡന്റ് ഒരു തീരുമാനമെടുത്തു എന്നല്ല ഇതിനർത്ഥം എന്ന് അവർ തന്നെ പറയുന്നുണ്ട്.